മരുഭൂമിയിലെ റോസ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഇത് കാണിച്ചത് മരുഭൂമിയിലെ റോസൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ നാടനല്ല, ഗ്രാഫ്റ്റഡ് വെറൈറ്റി ആണ്. പേരൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒത്തിരി പൂക്കൾ തരുന്ന വലിയ ഫ്ലവേഴ്സാണ്. കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ. ഇത് കണ്ടത് ഇപ്പോൾ ഒരു വിരിഞ്ഞിട്ട് 4-5 ദിവസമായി. ഇതിങ്ങനെ ഉണങ്ങുന്ന വരെ ഇങ്ങനെ തന്നെ നിൽക്കും. ഇതുണ്ടോ, ഇത് 10 മണി എന്നൊക്കെ നമ്മുടെ അവിടെ പറയുക. അത് ആ ചെടിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒരു തണ്ട് വെച്ചത് അങ്ങനെ നല്ല തഴച്ച് വളർന്നു. ഇപ്പോൾ വെയിലൊക്കെ ഉള്ള സാഹചര്യത്തിൽ നല്ല വളരാൻ നല്ല പറ്റുന്ന സാഹചര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് മരുഭൂമിയിലെ റോസിനെ കുറിച്ചാണല്ലേ. ഇതാണ് മരുഭൂമിയിലെ റോസ്. ഡിസേർട്ട് റോസ് എന്നാണ് ഇതിൻ്റെ പേര്. മരുഭൂമിയിൽ പൂക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ എന്താ പറയുക, ചൂടുള്ള കാലാവസ്ഥയിൽ ഒത്തിരി പൂക്കാൻ കഴിവുള്ള ചെടികളിൽ ഒന്നാണ് കേട്ടോ. നല്ല വെയിൽ കിട്ടിയ ഒത്തിരി വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ചെടി, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അഡീനിയം ചെടി കണ്ടോ. ഇപ്പോൾ വെയിലായതോടുകൂടി ഇങ്ങനെ മുട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇത് അഡീനിയത്തിൻ്റെ കളക്ഷൻസാണ്. വേറെ എല്ലാം നമ്മൾ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലിങ്ങനെ ഇല വന്നതാണ്. ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിലെല്ലാം അവിടെയും ഇവിടെയൊക്കെ കണ്ടോ എങ്ങനെ ചെറിയ ചെറിയ നാമ്പൊക്കെ വന്നിട്ട് ഇനി അതിലൊക്കെ മുട്ടുണ്ടാവും. മുട്ടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊരു അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ. അത് വിരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ ഉണ്ട് ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റീസാണ്, ഓരോന്നിലും നട്ട് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതിൽ നിറയെ പൂവുണ്ടാവും, മുട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇലയില്ലെങ്കിൽ പോലും പൂക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇലയൊന്നും ആവശ്യമില്ല, നന്നായി പൂത്തോളും കണ്ടോ. വെള്ളം ഇടയ്ക്കൊരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോവേ.